ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. പഴയ കാറാണ് ഇത്. ഏതാണ് എന്നൊന്നും അറിയില്ല. നല്ല അടിപൊളിയായിട്ട് പുതുപുത്തൻ പോലെ തിളങ്ങുന്നുണ്ട്. അവിടെ ചെറിയ കാറതാ. ഒരു 10 കിലോമീറ്ററും കൂടി പോയാൽ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ക്യാമ്പ് ചെയ്യാൻ പറ്റിയ. 10 വർഷമായിട്ടുള്ളൂ. ഇത് അർജുൻ തൊടുപുഴ. 3 മാസമായിട്ടുള്ളൂ. പുതിയ ആളാണ്. ഓക്കെ, എന്നാ കയറി കയറി. നല്ല സ്പീഡിൽ വെള്ളത്തിന് എതിരെ നീങ്ങി നോക്കത്. ഇവർക്കൊരു ക്രേസ് ഉണ്ട്. പഴയ കാറ് തുടച്ച് മിനുക്കി, അത് ഇവർക്ക് എന്നല്ല, ഒരുവിധം യൂറോപ്യൻ കൺട്രിയിലൊക്കെ കാണാം. പഴയ കാറുകൾ, പുത്തൻ കാറുകൾ പോലെ കൊണ്ടുനടക്കുന്നത്. അതിലിങ്ങനെ ഓപ്പൺ കാറുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ യാത്ര പോകുന്നത് കണ്ടേ. ഭയങ്കര പ്രൗഢിയോടുകൂടെ കണ്ടാൽ പുതിയതുപോലെ ഉണ്ടാവും. അതുമാതിരി ഫിനിഷിങ് ആയിരിക്കും. നല്ല, ഞാൻ കണ്ടാൽ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പോയി പോന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചെറിയ കുഞ്ഞൻ കാറുകളും ഉണ്ട്. മറ്റേ മിസ്റ്റർ ബീനൊക്കെ കൊണ്ടെടുക്കുന്ന പോലത്തെ കാറുകളൊക്കെ ആയിട്ട് ആളുകൾ പറക്കുന്നതാണോ ഒക്കെ പെട്ടെന്നാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവർ പോയി പോകും. ഞാനിപ്പോൾ ഇനിയൊരു 16 കിലോമീറ്ററും കൂടി ഉണ്ട് ലൊക്കേഷനിലേക്ക്. ഇവിടെ കുറേ പഴയ കാറുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ്. കാറുണ്ട്, ബൈക്കുണ്ട്. ഒരു ഹബ്ബാണ് ഇവിടെ. എല്ലാവരും വന്നിരിക്കുന്ന ഒരു ഹബ്ബാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് നിർത്തിയതാ, നോക്കട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. പഴയ കാറാണ് ഇത്. ഏതാണ് എന്നൊന്നും അറിയില്ല. നല്ല അടിപൊളിയായിട്ട് പുതുപുത്തൻ പോലെ തിളങ്ങുന്നുണ്ട്. അവിടെ ചെറിയ കാറതാ. സ്മോൾ. ഹായ്, ഹലോ. വിച്ച് മോഡൽ? വിച്ച് ഇയർ? That must be, I think, 76 or 77. 76 or 77? Chevrolet Caprice. Chevrolet Caprice. 77, yes. 77. Classic. V8. I think the 5.3 liters V8. Oh. What about this? Oh, that must be experimental. Experiment here. Built up with different kind of parts and things like that. Oh, okay. Because you see, it got the modern engine. Oh. Because the body is much older. Much older, okay. ഇതിൻ്റെ നമ്പർ ഉണ്ടോ? C671 ഫോർഡ്. നൈസ്. Wow, which one is this? ഇതിങ്ങനെ ബാക്ക് ഭാഗം താന്ന് കിടക്കുന്നുണ്ട്. ടയറൊക്കെ ഉള്ളിലാണ്. ടയർ പുറത്തേക്ക് കാണില്ല. ഇതിന് പേരില്ലേ? ഇതിന് ടയർ പഞ്ചറായാലും ഇപ്പം എന്താ ചെയ്യുക? ഊരാന്. ഇവിടുത്തെ വേറൊന്ന്, പിന്നെ ഹെഡ്ലൈറ്റൊക്കെ തുറന്നു വരും. ഹെഡ്ലൈറ്റൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അത് ആവശ്യം വരുമ്പോൾ ഓണാക്കേണ്ട സമയത്ത് അത് തുറന്നിങ്ങനെ വരും. പിന്നെ അങ്ങോട്ട് നോർമലാണ്. 3 കാറാണ്, 4 കാറാണ് ഇവിടെ ഉള്ളത്. 4-5 കാറുകൾ. ഷെവർലേൻ്റെ പഴയ എംബ്ലം കണ്ടോ?
കാപ്രിസ് ക്ലാസിക്. ഇതേതാണ്? ഓൾഡ്സ്മൊബൈൽ. ഇതേതാ? തണ്ടർബേർഡ്. ഇങ്ങനെ തുടച്ച് മിനുക്കി കൊണ്ടടക്കുന്ന തന്നെ മെനക്കേടായിരിക്കും. അവിടെ അതാ വേറൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട അതേപോലത്തെ ചിറക് പോലെ, ബാക്കോട്ട് ചിറക് പോലെയാണ് അതിന്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് നൈസ്. ഇതെന്താ സംഭവം? ഇതൊരു പഴയ മോഡല്. മിഡ് നൈറ്റ് ഗാരേജ്. ഇപ്പോഴും റണ്ണിങ് ആണോ? കണ്ടിട്ട് ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട്. പെയിന്റ് അടിക്കാണ്ട് കൊണ്ടെടുക്കാൻ തോന്നുന്നു, പഴയതുപോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഷെവർലെറ്റിൻ്റെ ഇതിൻ്റെ പെട്രോൾ ടാങ്കാണിത്. ഇതെന്താ സംഭവം? ഇതൊരു കോഫി ഷോപ്പാണ്, റെസ്റ്റോറൻ്റ് ആണ്. കുറേ ആൾ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട്. ഇവർക്ക് അതൊന്നും ഒരു വിഷയമല്ല തോന്നുന്നു, മഴ പൊടിയുന്നത്. അതിവിടെ സ്ഥിരം തോന്നുന്നു മഴ പൊടിച്ചിലൊക്കെ. ഇനിയൊരു 10 കിലോമീറ്ററും കൂടെ പോയാൽ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ക്യാമ്പ് ചെയ്യാം. ഇനി ഒരു 10 കിലോമീറ്ററും കൂടി പോയാൽ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ക്യാമ്പ് ചെയ്യാൻ പറ്റിയ. കാണുന്ന കുറേ ബിൽഡിംഗ് ഇല്ലേ, അതാണ് നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ. ഞാൻ ഓൾമോസ്റ്റ് എത്തി. ഒരു 5 കിലോമീറ്ററും കൂടെ. ഇവിടെ മൊത്തം ഷിപ്പിൻ്റെ പരിപാടികളൊക്കെ ആണല്ലോ. ഷിപ്പിൻ്റെ പരിപാടികളാണ് ഇവിടെ. കുറേ കണ്ടെയ്നർ, കുറേ കാറുകൾ, വാനുകളൊക്കെ വരിക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്ക് ഷിപ്പ് കയറ്റാനായിരിക്കും. ഞാൻ ഇവിടുന്ന് ക്രൂയിസ് ഷിപ്പ് കയറിയിട്ട് ഇനി ജർമ്മനിക്ക് പോകുന്നത്. കാരണം ഞാൻ വന്ന വഴിക്ക് തന്നെ വീണ്ടും സൈക്കിൾ ഓടിച്ച് പോകുന്നതിൽ അർത്ഥമില്ല. ആക്ച്വലി എൻ്റെ ലണ്ടൻ യാത്രയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഈ യാത്രയിൽ എനിക്കിവിടെ വരണമെന്ന് അതിയായ ആഗ്രഹം. ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ ഒന്നും വരേണ്ട ആവശ്യമില്ല. എനിക്ക് ജർമ്മനിയിൽ നിന്ന് നേരെ ഫ്രാൻസ് കയറിയാൽ ജർമ്മനി ടു ഫ്രാൻസ്, ഫ്രാൻസിൽ നിന്ന് UK, അത്ര ഉള്ളായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ജർമ്മനിയിൽ നിന്ന് നേരെ ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ബെൽജിയം, ഇത്രയും കൺട്രി ആഡ് ചെയ്ത്. അപ്പോൾ ആരും വിചാരിക്കണ്ട ചുമ്മാ എന്താണ് ഷോർട്ട് കട്ട് ഇരിക്കുകയാണ്. ഷോർട്ട് കട്ടൊന്നുമല്ല, കുറേ ദൂരം എക്സ്ട്രാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാത്രയിലേ ഇങ്ങോട്ടൊക്കെ വരുള്ളൂ, അല്ലാതെ ആരാ ഇങ്ങോട്ട് വരാൻ.
ആ ഷിപ്പ് ഉണ്ടോ, മിക്കവാറും അതുപോലത്തെ ഒരു ഷിപ്പിലായിരിക്കും ഞാൻ ജർമ്മനിക്ക് പോവാ. മറ്റന്നാൾ ഉച്ചക്ക് 2 മണിക്കാണ് ഷിപ്പ് എന്ന് പറഞ്ഞു. ബ്രേക്ക് കമ്മിയാണ്, പിടിച്ചാൽ ഇവിടെ പിടിച്ചാൽ അവിടെ പോയി നിൽക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഇത് എവിടെ പോകുന്നതാണെങ്കിലും ബ്രേക്ക്. ഇതാണ് ഓസ്ലോ. എനിക്ക് ഇനി റൂമിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും കൂടെ. ഇതാണ് ബ്യൂട്ടിഫുൾ ഓസ്ലോ. ഇതിവിടുത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷെ ആളില്ല. ട്രെയിൻ സ്റ്റേഷൻ ആളൊന്നുമില്ല. Oslo town. നമ്മളിതാ ഓസ്ലോ ടൗണിലെത്തിയിരിക്കുകയാണ്. സംഭവം എത്തിട്ടാ. ഇവിടെ എവിടെയോ ആണ്. ഹായ്. പേരെങ്ങനെയാ? ബിജിത്. നാട്ടിലെവിടെ? എറണാകുളം. കോഴിക്കോട്. ഏത് ബിൽഡിങ്? ഈ ബിൽഡിങ്ങാ? ഇടിച്ചാ ഞാൻ ടൗണിൽ പോയി അവിടെ എത്തി വിചാരിച്ച് നോക്കും, അതല്ല. പിന്നെ ഇങ്ങോട്ടേക്ക് റൈഡ് ചെയ്ത് നല്ല കട്ട ക്ലൈമ്പ്, നല്ല ഹെവി ആയിരിക്കും. അവിടെ വേണം ചാരി വെക്കാം. തൊണ്ണാട് ഇതിപ്പോൾ എൻ്റെ സൈക്കിളും കൊണ്ട് പോവോ? അടിപൊളി. ഇപ്പോൾ ഫൈനലി ഇതാ റൂമിലേക്ക് പോവാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് സാജൻ. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. മാളക്കേടത്തുള്ള കുളിരാണ്. എൻ്റെ പേര് ജോജി, സ്വദേശം ഒറ്റപ്പാലം. ഇവിടെ കുറേ വർഷമാണ്? ഇവിടെ ഒരു 10 വർഷമായിട്ടുള്ളൂ. 10 വർഷമായിട്ടുള്ളൂ. ഇത് അർജുൻ തൊടുപുഴ. 3 മാസമായിട്ടുള്ളൂ. പുതിയ ആളാണ്. ഓക്കെ, എന്നാൽ കയറി. സൈക്കിളതാ പോകുന്നു. ഒരു കാര്യം ചെയ്യും, കുളിച്ച് ഒന്ന് റെഡി ചെയ്യുമ്പോൾ അപ്പോഴേക്കും ഞാൻ വരാം. ചായ കൊണ്ടുണ്ടാവില്ലേ? ഓക്കെ. ബാച്ചിലർ റൂം ഇത്രയും നീറ്റുള്ള ഞാൻ ആദ്യമായിട്ടാണ്. അല്ല, ഇത്രയും നീറ്റുള്ള ബാച്ചിലർ റൂം ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ ഇത് ബാൽക്കണിയിൽ എത്തിച്ചിട്ടുണ്ട്. അടിപൊളി. അത് ഫാമിലി ആയിട്ടാ? ചെറുപ്പത്തക്കല്ല. നല്ല മീൻ പിടിച്ചതും. കൊയത്ത എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. എന്ത് മീന്? കൊയത്ത. നമുക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല.
സാമ്പാർ അവിടെ അല്ല പേടിക്കണ്ട. ചോറ് അങ്ങനെ ചേച്ചിയുടെ പേരെന്താണ്? സൂസൻ. ജോജി. ഇതാ അവരുടെ വീട്ടിലുള്ളത് നല്ല സാമ്പാർ, ചോറ്, ഫിഷ്, അച്ചാർ എല്ലാം ഉണ്ട്. കഴിക്കാൻ പോകണം, ഒരു രക്ഷയില്ല. വിശന്നിട്ട് ഒരു രക്ഷയില്ല. കഴിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.